ദേ ഇതാണ് നല്ല ഹോം മെയ്ഡ് നെയ്യ്. ഇതെൻ്റെ പഴയൊരു ലഞ്ച് ബോക്സ് ആട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഏകദേശം 1 മാസമായിട്ട് എടുത്ത് വെച്ചേക്കണ പാൽപ്പാടയാണുള്ളത്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് പച്ചവെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് മിക്സിയിലിട്ട് അടിക്കേണ്ടത്. നന്നായിട്ട് പിരിഞ്ഞ് കിട്ടുന്നവരെ അടിക്കണം. ഞാൻ ഓർത്തത് പെട്ടെന്ന് തീരുന്ന പണിയാണ്, പക്ഷേ ഒരു 10-15 മിനിറ്റോളം അടിച്ചാൽ മാത്രമേ നമുക്കിങ്ങനെ നന്നായിട്ട് പിരിഞ്ഞ് കിട്ടുള്ളൂ. നമ്മൾ ഇന്ന് മേടിക്കുന്ന പാൽ തിളപ്പിച്ച് എൻ്റെ ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണ് നല്ല കട്ടിയുള്ള പാൽപ്പാട കിട്ടും കേട്ടോ. ഇത് ദിവസം എൻ്റെ പുറകിൽ തന്നെ നടപ്പുണ്ട്. ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്കതിൻ്റെ വെണ്ണ നന്നായിട്ട് ഊറിയിട്ട് വരും കേട്ടോ. ഇനി അതിനെ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. ആദ്യമൊക്കെ കഴുകിയെടുക്കുമ്പോഴേ ഈ പാലിൽ വെള്ളം ചേർത്ത പോലെയാണ് ഈ വെണ്ണയുടെ ബാക്കിയുള്ള ഭാഗം ഉണ്ടാകുന്നത്. നമ്മൾ 3-4 വട്ടം കഴുകി കഴിയുമ്പോഴേക്കും നല്ല പച്ചവെള്ളം പോലെ അത് പോകുന്നതാണ്. അത് കഴുകിക്കഴിഞ്ഞ ഉടനെ തന്നെ അത് മാറ്റി വയ്ക്കണം. നേരത്തെ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായുള്ളൂ, ബാക്കിയും കൂടി പഠിച്ചെടുത്തിട്ട് ഈ നല്ല വെണ്ണ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചീഞ്ചട്ടീനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചീഞ്ചട്ടി അധികം ചൂടാതിരിക്കാനായിട്ട് സിമ്മിലിട്ടിട്ട് വേണം അത് ഉരുക്കാനായിട്ട്. നന്നായിട്ട് ഉരുകി വരുമ്പോൾ നമുക്ക് ആ ഒരു മണമൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ അതേ അതിനെ തണുക്കാൻ വെച്ചിട്ട് ഇതേ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ചെയ്ത് നോക്കിയപ്പോഴേ ഭയങ്കര മടിയായിരുന്നു, പക്ഷേ ഇതിൻ്റെ പരിപാടി പിടികിട്ടിയപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ നെയ്യ് ഉണ്ടാക്കണം.